പ്രധാനമന്ത്രി ദൂരദർശൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തോട് നടത്തിയ പ്രഭാഷണം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമായിരുന്നു. ഇത് ബംഗാളിലും തമിഴ്നാട്ടിലും വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരവേ ആ ചട്ടങ്ങളുടെ നഗ്നമായ ഒരു ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയ പ്രചരണം നടത്താം, പ്രതിപക്ഷത്തെ ആക്രമിക്കാം, ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ പോയി പ്രസംഗിക്കാം. പക്ഷെ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ദൂരദർശനും ആകാശവാണിയും ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം MCC മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട്, അതിൻ്റെ സെക്ഷൻ 4 അവിടെ നൽകിയിട്ടുള്ള ശീർഷകം പാർട്ടി ഇൻ പവർ, അധികാരത്തിലിരിക്കുന്ന പാർട്ടി പെരുമാറേണ്ടത് സംബന്ധിച്ച വ്യവസ്ഥകളാണ്. ഇപ്രകാരമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്: ഇഷ്യൂ ഓഫ് അഡ്വർടൈസ്മെന്റ് at the cost of public exchequer in the newspapers and other media, and the misuse of official media during the election period for partisan coverage of political news and publicity regarding achievements with a view to furthering the prospects of the party in power shall be scrupulously avoided. ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായ പ്രചരണങ്ങൾ ഔദ്യോഗിക മാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കൽ, പണച്ചെലവ് വരുന്ന വിധത്തിൽ ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് പാടില്ല. അധികാരത്തിലിരിക്കുന്ന പാർട്ടി ഔദ്യോഗിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായ പ്രചരണം ആ പാർട്ടിക്ക് അനുകൂലമായി നടത്താൻ പാടില്ല. ഇപ്പോ ജ്ഞാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇരിക്കുമ്പോൾ നരേന്ദ്രമോദിയും കേന്ദ്ര BJP ഗവൺമെന്റും ഇത്തരത്തിൽ നിരുത്തരവാദപരമായി ആഭാസകരമായി പെരുമാറുന്നതിനകത്ത് യാതൊരു അതിശയവുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചീഫ് ജസ്റ്റിസ് കൂടി, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി വേണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചതാണ്. ആ സുപ്രീം കോടതി നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഭരിക്കുന്ന BJPക്ക് തന്നിഷ്ടപ്രകാരം ദുരുപയോഗപ്പെടുത്താൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും കമ്മീഷണർമാരെയും ലഭ്യമാകാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് സമിതി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന മന്ത്രിസഭയിലെ ഒരു അംഗവും പിന്നെ പ്രതിപക്ഷ നേതാവിനെ അവിടെ നോക്കുകുത്തിയായിട്ടിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഇങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കും BJPക്കും അനുകൂലമായി പൂർണ്ണമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്ന തരത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രസംഗം നടത്താം. എന്നാൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വളരെ തെറ്റായ വിധത്തിൽ മാതൃകാ പെരുമാറ്റ ചട്ടങ്ങൾ ലംഘിക്കുന്ന വിധത്തിൽ നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റു മന്ത്രിമാർ. ഇക്കൂട്ടത്തിൽ അവസാനമായി നിങ്ങളും ചിലർ കേട്ടിട്ടുണ്ടാവും, അമിത്ഷാ ബംഗാളിൽ നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രഭാഷണം. അമിത്ഷാ ചോദിക്കുകയാണ്, ഈ 4 തവണ കല്യാണം കഴിക്കുന്ന കൂട്ടരെ നിങ്ങൾക്കറിയുമോ? 4 തവണ കല്യാണം കഴിക്കുന്ന സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് അവസാനിപ്പിക്കണ്ടേ? ആ സമ്പ്രദായം അവസാനിപ്പിക്കണമെങ്കിൽ BJP ബംഗാളിൽ അധികാരത്തിൽ വരണം. എന്നിട്ട് ഒരു ത്രെറ്റനിങ് വോയിസ് ചോദിക്കുകയാണ്, 4 തവണ കല്യാണം കഴിക്കുന്നവരെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ആരാണെന്ന്? അപ്പൊ ഇത്തരത്തിൽ
വ്യക്തമായും ന്യൂനപക്ഷ മതത്തിലെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സത്യവിരുദ്ധമായ പ്രചരണം. എന്താ ഞാൻ സത്യവിരുദ്ധം എന്ന് പറയാൻ കാരണം, ഹിന്ദു സമുദായത്തിൽ ഉൾപ്പെടുന്നവർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ട്രൈബൽ വിഭാഗങ്ങൾക്കിടയിലാണ് ഒന്നിലധികം വിവാഹങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിലുള്ളത്. മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതിനൊക്കെ സംബന്ധിച്ച പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ തേജോവധം ചെയ്യുന്ന പ്രഭാഷണം, സ്ത്രീ സംവരണ ബില്ലും അതിന് പാർലമെന്റിൽ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ദയനീയമായ തിരിച്ചടി ഉണ്ടാകുന്ന വിധത്തിലുണ്ടായ തോൽവിയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ പ്രതിപക്ഷത്തോട് ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് തുടങ്ങിയുള്ള വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള പ്രഭാഷണമാണ് പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയത്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘനമാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും നടപടികൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന പദവിയുടെ ഗൗരവം, ഭരണഘടനാ പദവിയുടെ ഗൗരവം ഉൾക്കൊള്ളാൻ ശ്രീ ഗാനേഷ് കുമാറിന് കഴിയുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ ഇതുപോലുള്ള ഒരുപാട് പരാതികൾ മുമ്പ് കൊടുത്തതെല്ലാം അദ്ദേഹം അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യവും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്.